Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മെഡിക്കൽ ഓഫീസറുടെ ജനദ്രോഹ നിലപാടുകളിൽ പ്രതിഷേധിച്ച് കരുന്നച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് UDF മാർച്ച് നടത്തി. UDF എടക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പള്ളിപ്പടി അങ്ങാടിയിൽ നിന്നും പ്രകടനവുമായി എത്തിയ സമരക്കാർ ആശുപത്രി കവാടത്തിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. പിന്നെ നമുക്കതിലുള്ള മാർഗം ഒന്നേ ഉള്ളൂ. ഒന്നുകിൽ ഡോക്ടർ മാറണം. ഡോക്ടർക്ക് കേരളത്തിൽ ഏത് ഹെൽത്ത് സെന്ററിൽ പോയിട്ട് മെഡിക്കൽ ഓഫീസറാകാം. OT ജെയിംസിനും ആയിഷക്കുട്ടിക്കും എടക്കര പഞ്ചായത്തിൽ മാത്രമേ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറ്റൂ. ഇവർക്കൊക്കെ പോകാം. ഇപ്പൊ ഞങ്ങൾ മുന്നിലെ പിന്നിലെ മാർഗത്താണ് ഡോക്ടർ ഇത് മാന്യമായി ചെയ്തിട്ട് ഡോക്ടറിന് ലീവ് ചെയ്ത് പോവുക. അപ്പൊ ഡോക്ടർ സ്വയം പോകണോ, ഡോക്ടറെ സർക്കാർ മാറ്റണോ, അതോ ഇന്നലെ സമരം ചെയ്ത ആളുകളെ അയാളെ സംരക്ഷിക്കണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളൊരു കാര്യം തുറന്ന് പറയാം, ഈ സമരം ഞങ്ങളെ എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടിട്ടുള്ള അവസാനത്തെ സമരമാണ്. ഇതിൽ നിന്നും ഡോക്ടർ പിന്മാറി ജിമ്മിന്ന് സാധനം വാങ്ങാനുള്ള മനസ്സിലാണ്. അല്ലെങ്കിൽ ഡോക്ടർ പ്ലാനിംഗ് കമ്മിറ്റി, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഇനി ഇത് വാങ്ങിത്തരാൻ, ഇതിന് ഇംപ്ലിമെന്റ് ഓഫീസറാകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് എഴുതിത്തരണം. ഇവിടുത്തെ ഡോക്ടർമാര് ഇവിടുത്തെ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികളോട് ഒരു ക്രൂരത ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2019 മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ കിഡ്നി മാറ്റിവെച്ച രോഗികൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാരനായ മന്ത്രി KT ജലീല് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ ഉത്തരവ് റദ്ദ് ചെയ്തു. അവർ പറഞ്ഞു മെഡിക്കൽ ഓഫീസർ കൊടുക്കണം എന്നുണ്ട്. ഈ ദിവസം വരെ കൊടുത്തുള്ള പ്രസിഡന്റ് മെഡിക്കൽ ഓഫീസർ വരുന്നില്ല. ഈ 2018 മുതൽ 2024 ഒക്ടോബർ വരെ ഒരു ദിവസം ഒരു മാസത്തെ മരുന്ന് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ കൊടുത്തില്ല. ഇവര് യൂണിയൻ കൂടി ഞങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. DPCയില് ഇവരെ പേരിൽ നടപടി എടുക്കണമെന്ന് എനിക്ക് ഇവിടുത്തെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരോട് പറയല്ലേ, ഇവരൊക്കെ പൊതു താല്പര്യ ഹർജി പ്രകാരം ഹൈക്കോടതിയിൽ കേസ് കൊടുക്കണം. ഇവരൊക്കെ എറണാകുളത്തേക്ക് നടക്കട്ടെ, അവിടെ തോറ്റാൽ ഡൽഹി പോകണം. കാരണം ഒരു നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് ഡോക്ടർ നമ്മളെ തെറാപ്പി സെന്റർ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഡോക്ടറുടെ ഉത്തരവാദിത്തം. രാഹുൽ ഗാന്ധിയുടെ MP ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഫിസിയോതെറാപ്പി സെന്റർ നടപ്പിലാക്കുന്നത് വൈകിപ്പിക്കുകയും പരിരക്ഷാ പദ്ധതി അട്ടിമറിക്കുകയും രോഗികളോട് അപമര്യാദയായി പെരുമാറുന്നുവെന്നും സമരക്കാർ ആരോപിച്ചു. UDF ചെയർമാൻ K. ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, UDF നേതാക്കളായ ബാബു തോപ്പിൽ, K. രാധാകൃഷ്ണൻ, TK മുജീബ് എന്നിവർ സംസാരിച്ചു. കബീർ പനോളി, ഷെരീഫ് എടക്കര, അസീസ് ഉണ്ണിച്ചന്തം, TT മൻസൂർ, സുലൈമാൻ കാട്ടിപ്പടി, KV മൻസൂർ, ബാപ്പു ചരലിൽ, K. ആയിഷക്കുട്ടി, MK ധനഞ്ജയൻ, ലിസി തോമസ്, സുലൈഖ മാമ്പിള്ളി, ഫസിൽ മുജീബ്, KP ലുക്കുമാൻ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ് എടക്കര.